അല്ല, ഇരട്ടകൾ എവിടെ? മര്യാദയ്ക്ക് തന്റെ മൊബൈൽ ഫോൺ തരുന്നുണ്ടോ? ഓഹോ, എന്നെ ഒതുക്കാൻ പെൺകുണ്ടേ ഇറക്കിയിരിക്കുകയാണോ? ആ വേല അങ്ങ് കൈ വെച്ചിരുന്നാ മതി. താൻ പകർത്തിന്ന് പറയുന്ന വിഷ്വൽസ് തന്റെ ഫോണിലല്ലേ ഉള്ളത്? ആണെങ്കി മര്യാദയ്ക്ക് താൻ തന്റെ ഫോൺ തരുന്നുണ്ടോന്ന്? ഈ ഭീഷണിയൊക്കെ നിന്റെ കൈ വെച്ചിരുന്നാ മതി. ഞാൻ പറഞ്ഞതുപോലെ അനുസരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എല്ലാ രഹസ്യങ്ങളും ഇതിനകത്തുണ്ട്. ഇത് നാട്ടുകാർ കാണാതിരിക്കണമെങ്കിൽ എവളും ഇരട്ടകളും എന്റെ കൂടെ വരണം. മുൻപ് എന്റെ കൂടെ പഠിച്ച വരുൺ പ്രഭാകർ എന്നൊരു പയ്യൻ ഇതുപോലൊരു വീഡിയോയും കൊണ്ട് ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താൻ പോയി. പിന്നെ കുറെ കാലം അവന്റെ ഡെഡ് ബോഡി ഒരു പോലീസ് സ്റ്റേഷന്റെ ഫൗണ്ടേഷനിലുണ്ടായിരുന്നു. പിന്നെ അതെവിടെ പോയിന്ന് ജോർജ് കുട്ടിക്ക് മാത്രമേ അറിയൂ. ദൃശ്യ സിനിമയുടെ കഥ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാണോ? ജോർജ് കുട്ടിയൊക്കെ അങ്ങ് സിനിമയിലാ ആണോ? ജീവിതത്തിലും ജോർജ് കുട്ടിമാരുണ്ട്, പുരുഷോത്തമ. ഞങ്ങളാണ് ഈ കഥയിലെ ജോർജ് കുട്ടി. ഇവൻ ജോർജ്, ഞാൻ കുട്ടി. നീയൊക്കെ യവന്മാരെ വീണ്ടും ഇറക്കിയിരിക്കണല്ലേ? എന്റെ ദേഹത്ത് തൊട്ടാ കളി മാറുവേ. കഴിഞ്ഞ പ്രാവശ്യം നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇത്തവണ പലിശയും കൂടെ ചേർത്ത് ഇതങ്ങ് പിടിച്ചോ. ഇവിടെ വാടാ. അയ്യോ, പൊന്നമ്പിളിയുടെ ഹോം സ്റ്റേയില് ഒളിക്യാമറ പോയിട്ടൊരു റേഡിയോ പോലും ഇല്ലാന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോ മനസ്സിലായി. എന്തായാലും ഇവന്റെ ഫോണൊന്ന് പരിശോധിക്കാം. ബേട്ടാ, അൺലോക്ക് ചെയ്യടാ. ഓപ്പൺ ചെയ്യടാ അങ്ങോട്ട്. നോക്കടി, മൊത്തം പരിശോധിക്ക്. ഒന്നുകൂടി നോക്ക്. ഇതിൽ ഇയാള് പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇല്ലാത്ത കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുന്നോടാ പന്നം. ഇനി എന്നെ തല്ലല്ലേ? ഞാൻ ഒരു വിരട്ടി നോക്കിയതാ. ഇനി തല്ലിയാ ഞാൻ ചത്തുപോ. ബർത്ത്ഡേ പാർട്ടി കഴിയുന്നവരെ ഇവനെ തൽക്കാലം കസ്റ്റഡിയിൽ വയ്ക്കാം. എന്തായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെന്ന് ഇവന്റെ നാവിന്നേനെ എനിക്കറിയണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.